ഹലോ ലൈഫ് ക്വസ്റ്റനാണ് നിങ്ങളുടെ കൂടെ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കഴിയുന്നത് മുതൽ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിച്ചു തുടങ്ങും. ചെയ്യണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ചില മോട്ടിവേഷണൽ ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങളെ സ്ട്രോങ് ആക്കുന്നു എന്ന വ്യാജേനെ ശരിക്ക് തളർത്തി കളയുന്നവരായിരിക്കും. ദേ ഡോണ്ട് മേക്ക് യു സ്ട്രോങ്ങർ, ദേ മേക്ക് യു ഫീൽ മോർ ബ്രോക്കൺ. ആൻഡ് ദ വേഴ്സ്റ്റ് പാർട്ട് ഈസ് ഇറ്റ് ഫീൽസ് ലൈക്ക് എ മോട്ടിവേഷൻ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മീഡിയ യുദ്ധം വിറ്റ് ജീവിക്കുന്നു. ഇൻഫ്ലുവൻസേഴ്സ് ആളുകളുടെ വേദനയും പ്രയാസവും വിറ്റ് ജീവിക്കുന്നു. എല്ലാവരും അങ്ങനെയാണെന്നുള്ളതല്ല, എന്നാൽ ബഹുഭൂരിഭാഗം ആളുകളും അങ്ങനെ തന്നെയാണ്. ഇമോഷണലി ടയേർഡായി, ബ്രേക്കപ്പ് ആയോ, ഹൃദയം നുറുങ്ങിയോ ഇരിക്കുന്ന, ഡിപ്രസ്ഡ് ആയിരിക്കുന്നവരെ അവരെയാണ് ഈ കൂട്ടർ ടാർഗറ്റ് ചെയ്യുന്നത്. ഹെൽപ്പ് ചെയ്യുന്നതിന് പകരം അവർ നമ്മൾക്ക് എക്സ്ട്രീമായിട്ടുള്ള ഐഡിയാസ് ഷെയർ ചെയ്യുന്നു. സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്ക് കറക്റ്റ് ആപ്റ്റായിട്ടുള്ള ഇൻസ്റ്റഗ്രാം റീല് വന്നുകൊണ്ടിരിക്കുന്നു. ചതിയിൽപ്പെട്ടിരിക്കുന്ന ആൾക്ക് കിട്ടുന്ന റീല് ഇതായിരിക്കും: ഞാൻ എല്ലാവരെയും സ്നേഹിച്ചു, വിശ്വസിച്ചു, എന്നിട്ടും അവൻ എന്തിനെന്നോട് ഇത് ചെയ്തു, അവൾ എന്തിനെന്നോട് ഇത് ചെയ്തു. ഇത് സത്യത്തിൽ മുറിവ് ഉണക്കാൻ സഹായിക്കുകയാണോ അതോ മുറിവിൽ കുത്തി നോവിക്കുകയാണോ എന്നുള്ളത് ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സങ്കടപ്പെട്ടിരിക്കുമ്പോൾ വരുന്ന അടുത്ത റീൽ ജീവിതം വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്നത് ഒന്ന് മാത്രം: ആരെയും ഒന്നിനെയും വിശ്വസിക്കരുത്. ആകെ ഡിപ്രഷൻ അടിച്ച് സങ്കടം മാത്രം തരുന്ന റീൽസും പോസ്റ്റും കണ്ടിരുന്ന പുളകം കൊണ്ടിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. എന്നാൽ സന്തോഷമുള്ള മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റിന് കിട്ടുന്ന സ്വീകാര്യതയല്ല സങ്കടക്കടൽ നിരത്തി ഇല്ലായ്മകൾ കാണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻഫ്ലുവൻസേഴ്സ് ആ ട്രാക്ക് ഓടിക്കുന്നു. ഇത് കാണുന്ന ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ആളുകളുടെ മൈൻഡിൽ അവരെ മനസ്സിലാക്കിക്കൊണ്ട് ഇടുന്ന മോട്ടിവേഷനാണ് ഇതെന്ന് അവർ വിചാരിക്കുന്നു. പക്ഷേ അതൊരു ഇമോഷണൽ പ്രഷറാണെന്ന് വളരെ വൈകിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കളി ഇവിടെ ഒന്നും നിൽക്കുന്നില്ല. പലപ്പോഴും ഇറ്റ്സ് ഗെറ്റ്സ് ഡേഞ്ചറസ് സംടൈംസ്. സം ഓഫ് ദ പീപ്പിൾ ഗോ ഈവൻ ഫർദർ. ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് എൻ്റെ വക്കത്ത് നിൽക്കുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ ഒക്കെയാണ് ഇവരിൽ പലരും ടാർഗറ്റ് ചെയ്യുന്നത്. അവരാണ് പലപ്പോഴും ഇതിന് ഇരയാവുന്നത്. സപ്പോർട്ടേഴ്സിൻ്റെ, മോട്ടിവേറ്റേഴ്സിൻ്റെ, സേവിയേഴ്സിൻ്റെ ഒക്കെ പടച്ചട്ടിട്ട് റീലും കടന്ന് ഇൻഫ്ലുവൻസേഴ്സ് മെസ്സേജ് ബോക്സിൽ വരുന്നു. ഇമോഷണൽ ബൗണ്ടറീസ് ഭേദിച്ചുകൊണ്ട് പതുക്കെ അഡ്വൈസുകൾ മാറി പ്രൈവറ്റ് ചാറ്റായി മാറുന്നു. അങ്ങനെ സെക്ഷൽ ടോക്കായി മാറുന്നു. അത് ഇമോഷണൽ മാനിപ്പുലേഷനിലെത്തുന്നു. ഇറ്റ്സ് നോട്ട് ഹീലിംഗ്. ദർ ഇസ് നോ റെസ്പെക്ട്, നോ റിയൽ കെയർ, ജസ്റ്റ് കൺട്രോൾ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. എന്നെ കേൾക്കുന്ന ഈ അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചിന്തിക്കുക, നിങ്ങൾ തെറ്റായ വഴിയിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് തെറ്റാവുന്നത്? നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ ഈ ഇൻഫ്ലുവൻസസ് നിങ്ങളെ ഫോണിൽ കൂടുതൽ അടിമപ്പെടുത്തി യഥാർത്ഥ സഹായികളിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങുന്നത്, നിങ്ങൾ ദൈവത്തോട് സഹായം ചോദിക്കുന്നത്, യഥാർത്ഥ കൂട്ടുകാരിലെത്തുന്നതെല്ലാം ഇത് തടയപ്പെടുന്നു. നിങ്ങൾ സെൽഫ് ബ്ലെയിം ചെയ്യാൻ തുടങ്ങുന്നു. കാരണം യു ഫീൽ വീക്ക് ബിക്കോസ് യു ആർ ഹിയറിങ് റോങ് വോയിസ് ഓർ യു ആർ ട്രസ്റ്റിംഗ് റോങ് വോയിസ്. ഇങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? റിയൽ ഹെൽപ്പ് വേഴ്സസ് ഫേക്ക് മോട്ടിവേഷൻ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. റിയൽ പ്രൊഫഷണൽസ് ഒരിക്കലും ധൃതി കൂട്ടില്ല. ഒരിക്കലും അവർ നിങ്ങളെ ഫ്ലേർട്ട് ചെയ്യാനോ നിങ്ങളെ പെയിൻ വിറ്റ് കാശാക്കാനോ ശ്രമിക്കില്ല. നമ്മളിൽ പലരും ഒരുപാട് ബഹുമാനിച്ച വ്യക്തിയായിരുന്നു ഫിലിപ്പ് മമ്പാട്. അദ്ദേഹത്തിനെതിരെ വന്ന കേസ് നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. അദ്ദേഹം തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് വിധിക്കാൻ ഞാൻ ഒരിക്കലും ആളല്ല. അദ്ദേഹം എന്ത് കൗൺസിലിംഗ് കൊടുത്തു ഒരാളെ കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈസ് ഹീസ് എ തെറാപ്പിസ്റ്റ്? ലൈഫ് കോച്ചിങ് എൻ്റെ ഒരു രംഗത്തേക്ക് വന്നതിന് ശേഷം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് സമീപിക്കാറുണ്ട്. യഥാർത്ഥ ഡോക്ടേഴ്സിനെ കണ്ട് പരിഹരിക്കേണ്ട പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അവരെ കാണണമെന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. നമ്മൾ ഒരു ജീവൻ വെച്ചാണ് കളിക്കുന്നത് എന്നതിനെ പറ്റി നമുക്കൊരു ബോധം വേണം. യഥാർത്ഥ പ്രൊഫഷണൽസ് ഒരിക്കലും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ പ്രോമിസ് ചെയ്യില്ല. They never sexualize your vulnerability. Real help feels calm, safe, and respectful. If someone makes you feel pressured, guilty, or dependent, that's your red flag. If you are struggling, seek professionals, licensed therapists, counselors, or trusted support system. Healing is not loud. Healing is not forced. Healing is real. So choose support, not manipulation. Share this to your any friend who really need this one. ജീവിതത്തിൽ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഈ ചാനലിൽ ഇടാറുള്ളത്. സോ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുമല്ലോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.